ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വൃശ്ചികോത്സവത്തിനോടനുബന്ധിച്ച സ്റ്റാളുകളുടെ ലേലം വ്യാഴാഴ്ച നടക്കും. ക്ഷേത്രം പൊതുഭരണ സമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അന്തിമ സ്ഥാനാർത്ഥി പട്ടികയും അന്തിമ മാതൃകാ ബാലറ്റും പ്രസിദ്ധീകരിച്ചു. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വൃശ്ചികോത്സവത്തോടനുബന്ധിച്ച് വൃശ്ചികം 1 മുതൽ 15 വരെ നടക്കുന്ന വിനോദ വിപണന മേളകൾക്കുള്ള സ്റ്റാളുകളുടെ ലേലം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. വാണിജ്യ സ്റ്റാളുകൾ, ചെറുകിട സ്റ്റാളുകൾ, കർപ്പൂര സ്റ്റാൾ, കാർണിവൽ, തറകളുടെ സ്പോട്ട് ലേലം എന്നിവയാണ് നടക്കുന്നത്. ഭജനം പാർക്കുന്നതിനുള്ള കുടിലുകൾക്കുള്ള അപേക്ഷകളും സ്വീകരിച്ചിട്ടുണ്ട്. ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റർ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ അറിയിച്ചതാണ് ഇക്കാര്യം. അതേസമയം ഓച്ചിറ ക്ഷേത്ര പൊതുഭരണ സമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റിട്ടേണിംഗ് ഓഫീസർ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയും അന്തിമ മാതൃകാ ബാലറ്റും പ്രസിദ്ധീകരിച്ചു. ക്ഷേത്രത്തിന്റെ പരിധിയിലുള്ള ഓണാട്ടുകരയിലെ കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽപ്പെട്ട 52 കരകളിൽ നിന്നായി ആകെ 550 സ്ഥാനാർത്ഥികളാണ് നിലവിൽ മത്സരരംഗത്തുള്ളത്. 52 കരകളിൽ നിന്നായി 77,915 വോട്ടർമാരുമുണ്ട്. തെരഞ്ഞെടുപ്പിനായി 85 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അതേസമയം 5 കരകളിൽ എതിരില്ലാത്തതിനാൽ തെരഞ്ഞെടുപ്പില്ല എന്ന് റിട്ടേണിംഗ് ഓഫീസർ റിട്ടയർഡ് ജില്ലാ ജഡ്ജ് എസ് സോമൻ അറിയിച്ചു. പുതുപ്പള്ളി വടക്ക്, ആലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ പറയകടവ്, വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിലെ കടുവിനാൽ, കറ്റാനം, കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിലെ കോട്ടയ്ക്കപ്പുറം എന്നീ കരകളിലാണ് മത്സരം ഒഴിവായത്. ഇവിടങ്ങളിൽ പൊതുഭരണ സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടേണ്ട 5 പേർ വീതം മാത്രമാണ് നിലവിൽ മത്സരരംഗത്തുള്ളത്. CDNet ന്യൂസ്, ഓച്ചിറ.